ഹലോ മീര, നീ എവിടെയാ? ഇന്ന് എന്താ ഉണ്ടായത്? ഞാൻ ഫ്ലാറ്റിലാ. നീ എവിടെയാ? ഞാനിപ്പോ ചന്ദ്രോത്താ. ആന്റിയുടെ കാറിലാ വന്നേ. നീ എപ്പോഴാ പോയത്? മീര, നമ്മള് ഗസ്റ്റ് ഹൗസിൽ നിൽക്കുമ്പോ അങ്ങോട്ട് നന്ദൻ വന്ന് കയറിയില്ലേ? അയ്യോ, അതാ ഞാൻ അവിടെ നിന്ന് മാറിയത്. യു ചീറ്റ്. നീ എന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു അല്ലേ? മീര, നമ്മളെ ഒരുമിച്ച് കണ്ട. നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ഇപ്പൊ തന്നെ കാണണം. ഈ രാത്രിയിലോ? ഇപ്പൊ വരാൻ പറ്റത്തില്ല മീര, നമുക്ക് നാളെ കാണാം. അതെന്താ പറ്റാത്തെ? നീ എന്തിനാ എന്നെ ഇട്ടേച്ചു പോയെ? നിനക്കെന്നോട് അത്രേ ഉള്ളല്ലേ? മീര, ഞാൻ പറഞ്ഞില്ലേ, അവിടെ വെച്ച് നന്ദൻ എന്നെ കണ്ടാ അത് പ്രശ്നമാവില്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ വിട്ടേച്ച് പോവോ? വേണ്ട, നീ ഒന്നും പറയണ്ട. നീ വേഗം ഇങ്ങോട്ടോ, പെട്ടെന്ന് വാ. മീര, ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ? ഞാനിപ്പോ എങ്ങനെ ചന്ദ്രത്ത് വരുന്നേ? തലവേദന എടുത്തിട്ട് വയ്യ. വേഗം വന്നേ പറ്റൂ. നീ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, കിടന്നുറങ്ങ്. നമുക്ക് നാളെ കാണാം, ഓക്കെ? ഉറപ്പാണോ? സത്യം. രാവിലെ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ആ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. ഇവക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. താലികെട്ട് നടന്നുവെന്ന് അറിഞ്ഞിട്ടേയില്ല. എന്തായാലും ഇനി കല്യാണക്കാരും പറഞ്ഞ് ശല്യപ്പെടുത്തത്തില്ല. അത് വലിയൊരു ആശ്വാസം. പ്രകാശ്, ആ വാ. ഒരു തന്നപ്പം മുടിച്ചടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാത്തിരിൽ ഒടുക്കം കിട്ടിയടി തങ്കമ്മേ. ഒരു തന്നപ്പം മുടിച്ചടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാത്തിരിൽ ഒടുക്കം കിട്ടിയടി തങ്കമ്മേ. ആണിന്റെ മാനം തങ്കമ്മേ, തങ്കമ്മേ. ആണിന്റെ മാനം കാക്കുന്നതാരോ തങ്കമ്മേ. 5 രൂപയല്ലേ പറഞ്ഞു? ചേട്ടാ, ഇത് കുടിക്കേ, ബാക്കി വഴിയേ എടുക്കാം. ഓക്കെ ഓക്കെ. വരുത്തന്റെ ഒപ്പം ഓടിച്ചു ചാടിയ തങ്കമ്മേ. എടാ, നിന്റെ പെണ്ണല്ലടാ ആരുടെ ഒരു ഒളിച്ചോടി എന്ന് പറഞ്ഞ അതിന്റെ വകയാണ് അത്. കുടിച്ചോ? എവന്റെ പെണ്ണ് ഒളിച്ചോടി വകയിലടാ. നീയും കുടിച്ചോ? ആ പാട് പാട്. ഇവർക്കും കൊടുക്ക 2 കുപ്പി. ഇതാരാ കക്ഷി? എല്ലാവർക്കും കഴിക്കാൻ വാങ്ങി കൊടുക്കുന്നുണ്ടല്ലോ. അറിയില്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. എന്തായാലും നല്ല തറവാട്ടുകാരൻ കുടിയനാ. ഇയാള് ചെന്ന് ചോദിച്ചേ, അറിയണമല്ലോ. നിന്റെ ചേട്ടാ, ചേട്ടൻ എല്ലാവർക്കും കള്ളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാരും വാങ്ങിച്ച് വയറ് നിറച്ചും കുടിക്കുന്നു. പക്ഷേ ചേട്ടൻ ആരാന്ന് മാത്രം മനസ്സിലായില്ലല്ലോ. ആരാ? എവിടെന്നാ? നാട് മുഴുവൻ സ്വന്തമായിട്ട് തളാണ്. കൃഷിയും ബിസിനസ്സും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് കുമിഞ്ഞു കൂടുന്ന പണം, നിറഞ്ഞു കവിയുന്ന ബാങ്ക് അക്കൗണ്ട്. ആവശ്യത്തിൽ കൂടുതലായാൽ പണത്തിന് എന്താ വില? മനുഷ്യന് സന്തോഷം വേണം, സമാധാനം. അത് കാശ് കൊടുത്താ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. എനിക്ക് അതൊക്കെ കിട്ടുന്നത് ഇതാ ഇവിടുന്ന ഇങ്ങനെ. നിങ്ങളുടെയൊക്കെ നടുവിലിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നത്. സാറൊരു വേദനിക്കുന്ന കോടീശ്വരനാണല്ലേ? അതേ അരിയാ, അതേ അരിയാ. അതെ, എല്ലാവർക്കും ഇന്ന് കരിമീൻ ഫ്രൈ എന്റെ വക. ഓ, എനിക്ക് പ്രത്യേകം പുലർത്തിയത് 5 പ്ലേറ്റ്. ഇപ്പൊ കൊണ്ട് 5 പ്ലേറ്റ്. മക്കളെ പാട്. തങ്കമ്മേ, നിന്റെ പരക്കമ്പാത്തിരിൽ ഒതുക്കം കിട്ടിയടി തങ്കമ്മേ. ചടിയ തങ്കമ്മേ, പരക്കമ്പാത്തിരിൽ ഒതുക്കം കിട്ടിയടി തങ്കമ്മേ.
ആരും ഇല്ലേ ഇവിടെ? ഹലോ, ആരും ഇല്ലേ? ഹലോ, ആരാ? എന്താ? മാധവനുണ്ണിയുടെ വീടല്ലേ ഇത്? ഏത് മാധവനുണ്ണി? അറക്കൽ മാധവനുണ്ണി. അല്ല, തനിക്ക് വീട് മാറിപ്പോയതാവും. ഒന്ന് നിന്നേ. ദേ ആ നിൽക്കുന്ന മുതലിനെ അറിയാമോ? എന്തോ പണിയൊപ്പിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ. കണ്ടോ? എനിക്കറിയില്ല. അയാള് ആരാ? അപ്പൊ ഇത് അറക്കൽ മാധവനുണ്ണിയുടെ വീടല്ലേ? എനിക്കറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? താൻ ഇറങ്ങി പോയടോ. അല്ല പിന്നെ ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കാൻ? അയാൾക്കാണെങ്കിൽ ബോധം. എന്താ? എടാ, അതാരോ വഴി തെറ്റി വന്നതാ. നീ ഇങ്ങോട്ട് കയറി പോന്നേ. ശരിക്കും ഇത് ആരുടെ വീടാ? എന്താ കാര്യം? ഇതാണ് എന്റെ അളിയൻ അറക്കൽ മാധവനുണ്ണി. അളിയനോ? മോന്റെ പേരല്ലേ മാധവനുണ്ണി? ഉണ്ണി വലുതായി അളിയനായതാ. ഞാനേ കിളിക്കാക്കുളങ്ങര ഷാപ്പിന്റെ ഉടമ വിജയൻ. എന്താ കാര്യം? ഇയാളെ അറിയാമോ? ഇയാളെ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. ഇയാൾ ആരാ? താൻ ആരാടോ? അമ്മ ഒന്നും മിണ്ടായിരുന്നേ. താൻ കാര്യം പറ. പറയടോ, കാര്യം പറയടോ. ഞാനെന്ത് പറയാനാ? ഇപ്പൊ നിങ്ങളൊക്കെ കൂടി സ്വന്തക്കാരായില്ലേ? എപ്പോഴും ഗ്രഹനാഥനായ ഞാൻ. ഇയാള് നല്ല ഫിറ്റാ. ഇയാള് ഷാപ്പിൽ വന്ന് കുടിച്ച് 1600 രൂപ പറ്റി. 1600 രൂപയോ? അല്ല, അതിനിപ്പോ ഞങ്ങൾ എന്ത് വേണം? തന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോടോ. എന്റെ അച്ഛനൊന്നും അല്ല ഇയാള്. പിന്നെ അയാൾ ഞങ്ങളുടെ അച്ഛനാണോ? അമ്മ ഒന്നും മിണ്ടായിരുന്നേ. അല്ല, 1600 രൂപയ്ക്ക് ഇയാള് കുടിച്ചോ? 1600 രൂപയ്ക്ക് ഇയാള് കുടിച്ചത് മാത്രമല്ല, അവിടെ ഇരുന്ന എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ പാട്ടും ബഹളവും ആ ഷാപ്പിനെ അടുത്ത് 2 വയ്ക്കുകയും ചെയ്തു. കാശ് ചോദിച്ചപ്പോ കയ്യിൽ പൈസ ഇല്ലാന്നും അറക്കൽ മാധവനുണ്ണി എന്റെ മകനാണെന്നും പറഞ്ഞ് ഈ വീട്ടിലോട്ട് എന്നെ വിളിച്ചോണ്ട് വന്നതും ഇയാളാണ്. ഇയാള് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. താൻ ഇയാളെ വിളിച്ചോണ്ട് പോവാൻ നോക്കിയേ. അങ്ങനെ അങ്ങ് പോവാൻ പറ്റൂ? എനിക്ക് എന്റെ പൈസ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? താനൊന്ന് പോയടോ. പോകത്തില്ല. എന്റെ മോൻ പോയത് കണ്ടോ? വെട്ടരുവ എടുത്തോണ്ട് ഇപ്പൊ അങ്ങോട്ട് വരും. സാധനം വാങ്ങിച്ചാ കാശ് കൊടുക്കണം. ഇതെന്റെ മരുമോള്. ഇപ്പൊ അങ്ങോട്ട് കേറിപ്പോയില്ലേ? അറക്കൽ മാധവനുണ്ണി. അതെന്റെ അച്ഛൻ. കണ്ടാ പറയില്ല അല്ലേ? പാവാ. നിങ്ങൾ പറഞ്ഞ കാശുണ്ട്. സന്തോഷം. ഇത് നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങ് പോയേനെ. നിക്കടോ അവിടെ. ഇയാള് കൊണ്ടുവന്ന ഈ സാധനത്തിനെ കൊണ്ടുപോയേ. ഇവിടെ ആർക്കും ഇതിനെ വേണ്ട. ഒരു സമ്മാനമായിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. എന്നെ വിട്ടേക്ക്. അല്ല എടോ, ഇയാള്. അയ്യോ, എനിക്ക് വേറെ പണിയല്ല. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇയാൾ എവിടെയാന്ന് ചോട്ട് കളഞ്ഞോളണം. ഇല്ലെങ്കിലേ വിഷം മേടിച്ചു കൊടുത്ത് ഇയാളെ ഞാൻ കൊല്ലും. എന്നിട്ട് ഞാൻ ജയിലിൽ പോവിടാം. മാറി ചേട്ടാ, നല്ല വിഷം എരിപ്പുണ്ടോ? കുറച്ച് കഴിക്കാനാ. വിശന്നിട്ടാ ഇല്ലേ? എന്താടാ എന്താടാ? അച്ഛനും ഭ്രാന്തായി. എന്തൊക്കെ കാണണം. കുടുംബം മൊത്തം ഭ്രാന്ത്. മാധവനുണ്ണി, എടാ അറക്കൽ മാധവനുണ്ണി. എവിടെ ഭ്രാന്തല്ലേ?
ഇവള് താലി അഴിച്ചു കളഞ്ഞിട്ടുണ്ടാവോ? ഉറങ്ങിക്കിടക്കുമ്പോ നന്ദൻ വന്നത് അഴിച്ചു മാറ്റും. ചിലപ്പോ മാറ്റിയിട്ടുണ്ടാവും. നിനക്ക് എന്ത് അന്തസ്സാടാ ഉള്ളത്? അവളുടെ കഴുത്തിൽ താലിയും കെട്ടിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണമുണ്ടോ? നീ ഒരു ആണാണോ അവിടെ? മുരളി, നീ അറിഞ്ഞതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കണം. എങ്കിലേ കാര്യങ്ങൾ നിനക്ക് ബോധ്യാവൂ. നീ ഒരു പുല്ല് വിശദീകരിക്കണ്ട. നന്ദ, നീ എന്റെ മുന്നിൽ നിന്ന് പോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. എന്താ മുരളേട്ട എങ്ങനെ? നന്ദിന് പറയാനുള്ളത് കേൾക്കാൻ അല്പം ക്ഷമ കാണിക്ക്. ഇവൻ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ? ഇവന്റെ ന്യായീകരണങ്ങൾ നീയും കേട്ടതല്ലേ? ഉളുപ്പുണ്ടോ ഇവൻ ഇങ്ങനെയൊക്കെ പറയാൻ? തുടക്കം മുതൽ കള്ളം എന്നോട് പറഞ്ഞത്. എടാ, ഞാൻ എന്ത് കള്ളം പറഞ്ഞെന്നാ? മീറ്റിങ്ങിനെ തനിച്ചു പോയെന്നല്ലാണ് നീ എന്നോട് പറഞ്ഞത്. അതെ, ഞാൻ തനിച്ചാ പോയത്. നീയും കൂടെ അല്ലടാ പോയത്. അല്ല, ദൃക്സാക്ഷിയുണ്ട്, വിളിക്കട്ടെ. മുരളേട്ട പിടിവിട്. ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. ചന്ദ്രത്തുനിന്ന് ഇവനും മീരയും കൂടെ കാറി കയറി പോയ കാര്യം നമ്മളോട് അമ്മയല്ലേ പറഞ്ഞത്? നീ പോയി അമ്മ ഇങ്ങോട്ട് വിളിച്ചേ. എന്റെ അമ്മയ്ക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ആന്റി പറഞ്ഞ സത്യ. ഞാനും മീരും കൂടെ വീട്ടിൽ നിന്ന് പോയ കാര്യം ശരിയാ. കണ്ടോ ഇവന്റെ കള്ളിയൊക്കെ പൊളിയുന്ന കണ്ടോ? മുരളി, അവള് വന്നത് മീറ്റിങ്ങിനല്ല. അവളുടെ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു. സർവീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി അവൾ എന്റെ കൂടെ കാർ കയറിയത്. ആൾക്കറിയാം സത്യം എന്താണെന്ന്. മുരളേട്ട, ഞാനിന്ന് ഫേസ് ചെയ്ത സിറ്റുവേഷനില് ഇവനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നിനക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഇട എന്ത് സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലുമായിരുന്നു. അങ്ങനെ ചത്തിരുന്നെങ്കിൽ പോലും അതിനൊരു അന്തസ്സുണ്ടായിരുന്നടാ. ഇട താലി കെട്ടുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും നീ ദേവിയെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ മീരയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിന്റെ കൈ പൊങ്ങില്ലായിരുന്നു. ഒരു പാവം പിടിച്ച പെണ്ണിനെ മോഹിപ്പിച്ച് ബലിമൃഗത്തെ പോലെ കൊണ്ടു നടക്കലായിരുന്നു നീ ചെയ്തത്. എന്തെല്ലാം സഹിച്ചു, എത്ര പേരുടെ ആട്ടും തുപ്പും കേട്ടു. എന്നിട്ട് ഇവന്റെ കൂടെയുള്ള ഒരു ജീവിതവും സ്വപ്നം കണ്ട് വീണ് കിടക്കുന്ന ഇവന്റെ അച്ഛന് താങ്ങും തണലുമായി നിന്ന് കഷ്ടപ്പെടുകയല്ലായിരുന്നോ ദേവിക? ഇടാ, അതെങ്കിലും നിനക്കൊന്ന് ഓർക്കാമായിരുന്നല്ലോ. അതിനുള്ള നന്ദിയെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നല്ലോ. നിർദാക്ഷിണ്യം കൈവിട്ട് കളഞ്ഞല്ലോടാ മഹാഭാവി. മതി മുരളേട്ട, നിർത്ത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കല്ലേ വേണ്ട. ഇനി എന്ത് മാർഗം? അഴിക്കാവുന്ന കുരുക്കല്ലല്ലോ ഇവൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. രഹസ്യമായിട്ടൊന്നല്ലല്ലോ കെട്ട് നടന്നത്. എല്ലാരും എല്ലാം അറിഞ്ഞു. ഇനി ആ താലി അഴിക്കാൻ മീര സമ്മതിക്കോ? ആന്റി സമ്മതിക്കോ? വല്ല മീരയുടെ അച്ഛനും അമ്മയും സമ്മതിക്കോ? ഇവൻ പെട്ടു. ഇനി ഇവന് മീരയുടെ ഭർത്താവായിട്ട് ജീവിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതല്ലേ. ഈ സിനിമയിലൊക്കെ താലികെട്ട് നടക്കുന്നത് ആരെങ്കിലും കാര്യമായിട്ട് എടുക്കാറുണ്ടോ? അതുപോലെ ഇതും ഒന്ന് കാണണമെന്ന് പറയണം. എടി അത് സിനിമ, ഇത് ജീവിതമാ. അങ്ങനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ ആന്റി സമ്മതിക്കോ? ബലരാമനങ്ങൾ വെട്ടി വെട്ടി തുണ്ടം തുണ്ടാക്കും ഇവനെ. നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാമല്ലോ. ആര് പറയും? ഇവനോ? അതോ ഒന്ന് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്ന അങ്കിളോ? എടാ, മീരയുടെ സത്യാവസ്ഥ എന്താണെന്ന് പറയാം.
അവക്കത് മനസ്സിലാവും. അത് നിന്റെ തോന്നല. ജീവൻ പോയാലും അവള് താലി അഴിക്കില്ല. അതാണ് പെണ്ണിന്റെ മനസ്സ്. അത്രയേറെ വില കൊടുക്കും അവരാ താലിക്ക്. എടി, മീരയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ അഴിക്കാൻ സമ്മതിക്കോ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവൻ കെട്ടിയ താലി ഊരിയെടുക്കാൻ ദേവിക തയ്യാറായോ? അതിന്റെ പേരിൽ എന്തെല്ലാം സഹിച്ചു. ആ താലിയുടെ പേരിൽ മരിക്കാൻ വരെ തയ്യാറായില്ലേ അവള്. അതാ ഒരു പെണ്ണിന്റെ മനസ്സ്. എടാ, ദേവിക നീ വിവാഹം കഴിച്ച പെണ്ണാണെന്ന് അറിഞ്ഞാൽ പോലും മീര ആ താലി അഴിക്കില്ല. അത് ഉറപ്പാ. പിന്നെ എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരം കാണണ്ടേ? പരിഹാരം ഇല്ലാത്ത കളിയാണല്ലോ ഇവനും ആന്റി കൂടെ കളിച്ചു വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു സംശയം തോന്നില്ല, ആർക്കൊന്നും കുറ്റപ്പെടുത്താനും കഴിയില്ല. അത്രയ്ക്ക് വിദഗ്ധമായിട്ടാ നാടകം സെറ്റ് ചെയ്തിരിക്കുന്നത്. നീ എന്തായി പറഞ്ഞു വരുന്നേ? എടാ, നീ എന്താ പറഞ്ഞു വരുന്നേന്ന്? നീ കൂടുതൽ പൊട്ടം കളിക്കല്ലേ, എന്നെ മണ്ണനാക്കാൻ നോക്കല്ലേ. എന്താ നിന്റെ മനസ്സില്? തുറന്നു പറയടാ, എന്താ നിന്റെ മനസ്സില്? നീ എന്താ മനസ്സിൽ വെച്ചാ ആദ്യം മുതൽ എന്നോട് സംസാരിക്കുന്നേ? അതെന്താണെന്ന് എനിക്ക് അറിയണം. പറടാ, നിനക്ക് ധൈര്യം പറ. എടാ, നീരവിടെ താമസമാക്കിയ മുതല് ദേവികയെ ഒഴിവാക്കാൻ നീ മനസ്സുകൊണ്ട് തീരുമാനിച്ചില്ലേ? നിനക്കത് നിഷേധിക്കാൻ പറ്റുമോ? മുരളി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. കൂട്ടുകാരനാണെന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കരുത്. എടാ, നിനക്ക് കാണിക്കാം. ഞാൻ പറയുന്നതാണോ തെറ്റ്? മുരളിയേട്ടൊന്ന് നിർത്ത്. അവൻ പറയട്ടെ. എവിടം വരെ പറയുമെന്ന് എനിക്കൊന്ന് അറിയണം. എടാ, എനിക്കാരെയും പേടിയൊന്നുമില്ല. മീര ഒരു രാത്രിയിൽ നിന്റെ മുറിയിൽ വന്ന് കിടന്ന അന്ന് മുതല് ഞാൻ നിന്നെ സംശയിച്ചു തുടങ്ങിയതാ. വളരെ ബുദ്ധിപൂർവം നീ അതങ്ങ് കൈകാര്യം ചെയ്തു. ആന്റി അതിൽ ഗംഭീരമായിട്ട് അങ്ങ് അഭിനയിച്ചു. മുരളി, നീ വേണ്ട, നീ കൂടുതൽ അഭിനയിക്കണ്ട. തുടങ്ങിയിട്ടേ ഉള്ളു ഞാൻ. നീ മുരളിയേട്ട ഇങ്ങ് വന്നേ. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? പറഞ്ഞു തെറ്റാന്നല്ലാതെ. തെറ്റണം. ഇവന്റെ മനസ്സ് നിറയെ വിഷ. വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇവനെ. ആന്റി എതിർത്ത് ദേവികയുമായി ജീവിക്കാൻ ഇവൻ ഒരിക്കലും കഴിയില്ലെന്ന് ഇവന് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചാൽ തന്നെ അത് വലിയൊരു നഷ്ടക്കച്ചവടമായിരിക്കുമെന്ന് ഇവനറിയാം. സ്വത്തും സുഖ സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. ആന്റി അത് ഇവനെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാ അമ്മയും മോനും കൂടെ ചേർന്ന് നല്ല പദ്ധതികളൊക്കെ രൂപപ്പെടുത്തിയത്. നന്ദന് മീരെ വിവാഹം കഴിക്കണമെങ്കിൽ ഇങ്ങനൊരു പ്ലേയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. നീ എന്താ ഒന്നും അറിയാത്തവരെ പോലെ സംസാരിക്കുന്നത്? ഇനി ദേവികയെ ബോധ്യപ്പെടുത്തണ്ടേ? നമ്മളും മറ്റുള്ളവരും കുറ്റപ്പെടുത്താതിരിക്കണ്ടേ? അങ്കിൾ ഇനി പഴയ അവസ്ഥയിലെത്തിയാലും അച്ഛന്റെ മുന്നിൽ നിഷ്കളങ്കനായിട്ട് നിൽക്കണ്ടേ? നീ എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എടാ, കഴിഞ്ഞോന്ന്? ഇല്ല, ഇനി ഒരുപാടുണ്ട്. എന്ത് മുരളിയേട്ടാ ഇത്? ഒന്ന് നിർത്ത്. വേണ്ട, ഇവൻ പറയട്ടെ. മനസ്സിലുള്ളതൊക്കെ പുറത്തു വരണമല്ലോ. പറയും. നിന്റെ മുന്നിൽ ഞാനെങ്കിലും വിധിയല്ലാതായിരിക്കണമല്ലോ. ആന്റിയോടൊപ്പം ചേർന്ന് നീയും കൂടെ നടത്തിയ ഒരു നാടകമില്ലായിരുന്നോ ആ ഗസ്റ്റ് ഹൗസിൽ ഇറങ്ങേറിയത്? മാനേജരും മഞ്ഞപ്പത്രക്കാരനും നീ ഉൾപ്പെടെ അഭിനയിച്ച് തകർക്കുമ്പോ ആന്റിയുടെ ഭാഗം അഭിനയിക്കാൻ അവര് കൃത്യമായിട്ട് അവിടെ എത്തി. താലികെട്ട് മംഗളമായിട്ട് നടന്നു. എന്നിട്ട് അവൻ ഉളുപ്പില്ലാതെ വിശദീകരിക്കാൻ വന്നിരിക്കുന്നു. പരമ നാറി. എടാ,